GM ന്യൂസ് തിരുവനന്തപുരം ഡെയിലി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ നിസ്തൽ. ഇന്നത്തെ പ്രധാന വാർത്താ ഹെഡ്ലൈൻസ്. രാജ്യത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. നിരീക്ഷണത്തിലായിരുന്ന യുവാവിൽ വൈറസ് ബാധയെന്ന് കണ്ടെത്തൽ. IPC തിരുവനന്തപുരം മേഖല വിമൻസ് ഫെലോഷിപ്പ് പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനോദ്ഘാടനം ഒക്ടോബർ 3-ന്. 3 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ മൃതദേഹം വാഷിംഗ് മെഷീനിൽ ഒളിപ്പിച്ചു. അയൽക്കാരി അറസ്റ്റിൽ. പാസ്റ്റർ സൈമൺ ചാക്കോയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. നെഹമ്യ സാബു തോമസിന്റെ സംസ്കാരം ശനിയാഴ്ച. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലിരുന്ന യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ചു. വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തിയ യുവാവിനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതോടെ യുവാവിനെ ഐസൊലേറ്റ് ചെയ്തിരുന്നു. എന്നാൽ നേരത്തെ രാജ്യത്ത് എംപോക്സ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരുന്നു. പിന്നാലെ പ്രസ്താവന തിരുത്തിക്കൊണ്ടാണ് ആരോഗ്യ മന്ത്രാലയം യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ചത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ ക്ലേഡ് 2 എംപോക്സ് ആണ് ചികിത്സയിലുള്ള യുവാവിന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട കേസാണെന്നും യാത്രാ സംബന്ധമായാണ് രോഗിക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ആരോഗ്യ അടിയന്തരാവസ്ഥയിൽ ഉൾപ്പെടുന്ന എംപോക്സ് ബാധയല്ല യുവാവിന് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. യുവാവ് നിലവിൽ ഐസൊലേഷനിലാണ്. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. IPC തിരുവനന്തപുരം മേഖല വിമൻസ് ഫെലോഷിപ്പ് പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനോദ്ഘാടനം 2024 ഒക്ടോബർ 3 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ നാലാഞ്ചിറ IPC ജയോത്സവം വർഷിപ്പ് സെന്ററിൽ നടക്കും. IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് KC തോമസ് സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കും. സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ദാനിയൽ കൊന്നുനിൽക്കുന്നതിൽ മുഖ്യ സന്ദേശം നൽകും. വിമൺ ഫെലോഷിപ്പ് സ്റ്റേറ്റ് ഭാരവാഹികളായ സിസ്റ്റർ ആനി തോമസ് പ്രസിഡന്റ്, സിസ്റ്റർ ജയമോൾ രാജു സെക്രട്ടറി, സിസ്റ്റർ ജോയമ്മ ബേബി ട്രഷറർ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ സെൻട്രൽ പാസ്റ്റർമാർ, കൗൺസിൽ അംഗങ്ങൾ, പുത്രിക സംഘടനകളുടെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. മേഖലാ എക്സിക്യൂട്ടീവ്സ് ഭാരവാഹികളായ സിസ്റ്റേഴ്സ് റോസമ്മ ജെയിംസ് പ്രസിഡന്റ്, അന്നമ്മ മാമൻ, ശോശമ്മ റോയ് വൈസ് പ്രസിഡന്റ്, ഗീത സണ്ണി സെക്രട്ടറി, ഗ്രേസി മേബൽ, സൂസൻ സക്കറിയ ജോയിന്റ് സെക്രട്ടറി, പ്രസന്ന എസ് കുമാർ ട്രഷറർ, സ്റ്റേറ്റ് പ്രതിനിധികളായ സിസ്റ്റർ ബൈജു ഐസക്, സിസ്റ്റർ ജാക്യുലിൻ PS, സിസ്റ്റർ സാലി മോൻസി എന്നിവർ നേതൃത്വം നൽകും. ചെന്നൈ. തിരുനെൽവേലിയിലെ വിഘ്നേഷ് രമ്യ ദമ്പതികളുടെ മകൻ സഞ്ജയാണ് മരിച്ചത്. ഇവരുടെ രണ്ടാമത്തെ മകനാണ് സഞ്ജയ്. സംഭവത്തിൽ അയൽക്കാരിയായ തങ്കമ്മാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കുഞ്ഞിനെ കാണാതാകുകയായിരുന്നു. പരാതി കൊടുത്തതിനെ തുടർന്ന് പോലീസ് എത്തി പ്രദേശത്തെ വീടുകളിൽ പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ വാഷിംഗ് മെഷീനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. എന്നാൽ വീടുകളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തങ്കമ്മാൾ മറ്റൊരു വീട്ടിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് സംശയം തോന്നി ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹം വാഷിംഗ് മെഷീനിൽ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. അതേസമയം കൊലപാതകത്തിന്റെ കാരണം അന്വേഷിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു. അയൽക്കാരായ ഇവരുടെ കുടുംബങ്ങൾ തമ്മിൽ വൈരാഗ്യമുള്ളതായി ചില ആളുകൾ പറയുന്നുണ്ട്. കൊലപാതകം ചെയ്ത തങ്കമ്മാളിന്റെ മകൻ അടുത്തിടെ മരിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇവർ വിഷാദത്തിന് അടിമയായിരുന്നു. തങ്കമ്മാളിനെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. UAE. സൈമൺ ചാക്കോയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. അഹമ്മദാബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് UAEയിലെ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ആത്മീയ ജീവിതം എന്ന വിഷയത്തിൽ നടത്തിയ ഗവേഷണ പഠനത്തിനാണ് PhD ലഭിച്ചത്. IPC ഗോസ്പൽ സെന്റർ ഷാർജ, IPC ഹെബ്രോൺ അലൈൻ സഭകളുടെ സീനിയർ പാസ്റ്ററാണ് ഡോക്ടർ സൈമൺ ചാക്കോ. വർഷിപ്പ് സെന്റർ കോളേജ് ഓഫ് തിയോളജി ഡീൻ, IPC UAE റീജിയൻ ജോയിന്റ് സെക്രട്ടറി, IPC തിരുവനന്തപുരം ഈസ്റ്റ് സെന്റർ പ്രസിഡന്റ്, ഇന്ത്യ സൺഡേ സ്കൂൾ യൂണിയൻ ഗവേണിംഗ് ബോഡി മെമ്പർ, ഡിവൈൻ ലോ കോളേജ് പത്തനാപുരം ഗസ്റ്റ് ലെക്ചറർ എന്നീ നിലകളിലും സേവനം അനുഷ്ഠിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സും, ഡൽഹിയിൽ നിന്ന് MBAയും, എബനേസർ തിയോളജിക്കൽ സെമിനാറിയിൽ നിന്നും MTHും നേടി. ഹഗ്ഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഡ്വാൻസ്ഡ് ലീഡർഷിപ്പ് ട്രെയിനിംഗ്, യൂത്ത് വിത്ത് എ മിഷനിൽ നിന്നും ഡിസൈപ്പിൾ മിഷൻ ട്രെയിനിങ്ങും, പ്രിൻസിപ്പിൾസ് ഓഫ് ചൈൽഡ് ആൻഡ് യൂത്ത് മിനിസ്ട്രിയും നേടി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി പാർശ്വവൽക്കരിക്കപ്പെട്ട തൊഴിലാളി സമൂഹത്തിന്റെ വിവിധങ്ങളായ ജീവൽ പ്രശ്നങ്ങളിൽ സജീവ പങ്കാളിയാണ്. ആലപ്പുഴ. IPC ചേർത്തല സെൻട്രൽ ശുശ്രൂഷകനും മുൻ ICPF സ്റ്റാഫ് വർക്കറുമായ പാസ്റ്റർ സാബു തോമസിന്റെ മകൻ നെഹമ്യാവ് സാബു തോമസ്
കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടിരുന്നു. സംസ്കാര ശുശ്രൂഷ സെപ്റ്റംബർ 14 ശനിയാഴ്ച ആലപ്പുഴ മട്ടാഞ്ചേരിക്ക് സമീപമുള്ള ഗിൽഗാൽ മെതേക്കാട് വീട്ടിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ നടക്കും. തുടർന്ന് തിരുവല്ല തെങ്ങേലി മെതേക്കാട് കുടുംബ വീട്ടിൽ വെച്ച് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ പൊതുദർശനം. തുടർന്ന് 4-ന് സംസ്കാരം തെങ്ങേലി സഭാ സെമിത്തേരിയിൽ. ഭാര്യ ബ്ലസി, കാനഡ, പത്തനംതിട്ട മല്ലശ്ശേരി പന്തടിൽ കുടുംബാംഗം. മാതാവ് റൂബി, സഹോദരൻ ജെരമ്യ സാബു തോമസ്. വാർത്തകൾ ചുരുക്കത്തിൽ. രാജ്യത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. നിരീക്ഷണത്തിലായിരുന്ന യുവാവിൽ വൈറസ് ബാധയെന്ന് കണ്ടെത്തൽ. IPC തിരുവനന്തപുരം മേഖലാ വിമൻസ് ഫെലോഷിപ്പ് പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനോദ്ഘാടനം ഒക്ടോബർ 3-ന്. 3 വയസ്സുകാരനെ കൊലപ്പെടുത്തി മൃതദേഹം വാഷിംഗ് മെഷീനിൽ ഒളിപ്പിച്ചു. അയൽക്കാരി അറസ്റ്റിൽ. പാസ്റ്റർ സൈമൺ ചാക്കോയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. നെഹമ്യാവ് സാബു തോമസിന്റെ സംസ്കാരം ശനിയാഴ്ച. ഇന്നത്തെ GM ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും വരാം. നന്ദി, നമസ്കാരം.